guys, welcome back to Malabar Mingle. ഞാൻ ഹനാൻ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സിമ്പിൾ നോ ഫൗണ്ടേഷൻ മേക്കപ്പ് ലുക്കിൻ്റെ ട്യൂട്ടോറിയൽ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളും എന്നെ പോലെ ഡെയിലി ബേസിസിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ദിസ് വീഡിയോ. ഐ എം ഷുവർ ദിസ് ഈസ് ഗോണ ബി ഹെൽപ്ഫുൾ ടു യു ഗൈസ്. ആൻഡ് ഈ ഒരു വീഡിയോ ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല, സിമ്പിളാണ്. നിങ്ങൾക്ക് ഡെയിലി ബേസിസ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പീസി മേക്കപ്പ് ലുക്ക് തന്നെയാണിത്. യു ക്യാൻ വെയർ ഇറ്റ് ടു കോളേജ് ഓർ വർക്ക് ഓർ ഈവൻ ഇഫ് യു ആർ ഗോയിങ് ഔട്ട് ഓൺ എ ഡേ ഔട്ട്. Yeah, you can definitely check out. You can definitely do this look. I think it's appropriate. So നമുക്ക് അധികം സംസാരിച്ച് ഡിലേ ആക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ മേക്കപ്പ് അത്യാവശ്യം സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ലൈക്ക് എ ഗുഡ് ബേസ്. അതായത് നിങ്ങളുടെ സ്കിൻ പ്രെപ്പ് നന്നായിരിക്കണം. ഞാൻ ഓൾറെഡി എൻ്റെ സ്കിൻ പ്രെപ്പ് ചെയ്തിട്ടുണ്ട്. നത്തിങ് മച്ച്, നത്തിങ് ഫാൻസി, ജസ്റ്റ് എൻ്റെ റെഗുലർ ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണല്ലോ, അതുകൊണ്ട് ഐ ഡോണ്ട് എൻജോയ് യൂസിങ് എ ലോട്ട് ഓഫ് സ്കിൻ കെയർ പ്രോഡക്ട്സ്. എസ്പെഷ്യലി മോർണിംഗ് ടൈമിൽ ഐ ലൈക്ക് ടു കീപ് ഇറ്റ് വെരി സിമ്പിൾ ആൻഡ് മിനിമൽ. കാരണം കൂടുതലായിട്ട് സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ ഐ ഫീൽ ലൈക്ക് എൻ്റെ ബേസ് ഭയങ്കര ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സോ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സ്കിൻ പ്രെപ്പ് ഇസ് ഓൾറെഡി ഡൺ. നമുക്കിനി മേക്കപ്പിൻ്റെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹൈഡ്രേറ്റിംഗ് പ്രൈമറാണ്. സോ ദിസ് വൺ ഇസ് ഫ്രം OCEGLOW. ഇത് അവരുടെ ഹൈഡ്രേറ്റിംഗ് ഗ്ലോ സിറം ആണ്. ഇത് നമ്മുടെ സ്കിന്നിന് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, അറ്റ് ദ സെയിം ടൈം നല്ലൊരു ഗ്ലോയും തരും. നല്ലൊരു ബേസ് ആയിട്ടും ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു പ്രൈമർ അല്ല, ഇറ്റ്സ് ആക്ച്വലി എ സീറം, ബട്ട് യെസ് ഇറ്റ് ഡസ് ആക്ട് ആസ് എ റിയലി ഗുഡ് പ്രൈമർ. എനിക്ക് നല്ല ഡ്രൈ സ്കിൻ ആണ്, സോ ദിസ് വൺ വർക്ക്സ് റിയലി വെൽ ഫോർ മീ. ഇനി നമ്മൾ കൺസീലറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നല്ല പക്ഷേ 2 കൺസീലേഴ്സ് ഉണ്ട്. ദിസ് വൺ ഇസ് ഫ്രം സ്വിസ് ബ്യൂട്ടി ആൻഡ് ദിസ് വൺ ഇസ് ഫ്രം ടിപ്സി ബ്യൂട്ടി. ഒന്നെൻ്റെ സ്കിന്നിന് പെർഫെക്റ്റ് മാച്ച് വരുന്നൊരു ഷെയ്ഡാണ്, മറ്റൊന്നൊരു പൊടിക്ക് ലൈറ്ററാണ്. ഇത് രണ്ടും എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഈ ഒരു സ്വിസ് ബ്യൂട്ടീൻ്റെ ഷെയ്ഡ് മീഡിയം ബേജ് ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്കിന്നിൽ എവിടേക്കാണോ എനിക്ക് കുറച്ച് ഡാർക്ക് സ്പോട്ട്സും റെഡ്നെസ്സും ഉള്ളത് അവിടെയൊക്കെ ഞാനിത് അപ്ലൈ ചെയ്യാണ്. പക്ഷേ ഇഫ് അറ്റ് ഓൾ യു ഹാവ് ലൈക്ക് റിയലി പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ട് അല്ലെങ്കിൽ റെഡ്നെസ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു യൂസ് എ കളർ കറക്റ്റർ. എനിക്ക് തോന്നുന്നില്ല എനിക്കിന്ന് കളർ കറക്റ്ററിൻ്റെ ആവശ്യമുണ്ട്. ജസ്റ്റ് ദിസ് കൺസീലർ ക്യാൻ ഹൈഡ് എവറി ബ്ലെമിഷ് ദാറ്റ് ഐ ഹാവ് ഓൺ മൈ സ്കിൻ. മാത്രമല്ല ഐ വോണ്ട് ദിസ് ലുക്ക് ടു ബി ലെസ് ഹെവി. ഇനി ഇതെല്ലാം നല്ലോണം ബ്ലെൻഡ് ചെയ്യാണ്. ആൻഡ് ആസ് യു ക്യാൻ സീ ഞാനിത് ഡാബിങ് മോഷനിലാണ് ചെയ്യുന്നത്. ആൻഡ് യെസ് ഐ ആം യൂസിങ് മൈ ഫിംഗേഴ്സ്. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ബ്രഷസ് എല്ലാം ഞാൻ ക്ലീൻ ചെയ്യാൻ വെച്ചിരിക്കുക. ആൻഡ് ഐ തോട്ട് വൈ നോട്ട് ഡു എവറിഥിങ് ഇൻ വിത്ത് മൈ ഫിംഗേഴ്സ്. കാരണം ഞാൻ പണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഐ യൂസ് ടു യൂസ് മൈ ഫിംഗേഴ്സ് ഫോർ എവറിഥിങ്. ലൈക്ക് അത് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാനാണെങ്കിലും കൺസീലറിനാണെങ്കിലും ഈവൻ ഐ ഷാഡോസിനാണെങ്കിൽ പോലും. സോ ഇന്നത്തെ എൻറ്റയർ ലുക്ക് ഞാൻ എൻ്റെ ഫിംഗേഴ്സ് വെച്ചിട്ടായിരിക്കും എല്ലാ ബ്ലെൻഡിങ് പ്രോസസ്സും ചെയ്യുന്നത്. സോ യെസ്, മൂവിങ് ഓൺ. ഇനി ലൈറ്റർ ഷെയ്ഡ് ഓഫ് കൺസീലർ ഞാൻ എൻ്റെ അണ്ടർ ഐസിലും പിന്നെ എൻ്റെ നോസിൻ്റെ ബ്രിഡ്ജ് ഏരിയയിലും അപ്ലൈ ചെയ്യാണ്. നമ്മൾ ലൈറ്റർ ഷെയ്ഡ് ഓഫ് കൺസീലർ യൂസ് ചെയ്താൽ അത് നമ്മുടെ ഫേസിൽ നമുക്ക് എവിടേക്കാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആ പോയിന്റ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അണ്ടർ ഐസിൽ ഈ ഒരു ലൈറ്റർ ഷെയ്ഡ് ഓഫ് കൺസീലർ അപ്ലൈ ചെയ്തിട്ട് യു ക്യാൻ വെയിറ്റ് ഫോർ എ മിനിറ്റ് ഓർ 2. അത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കൂടുതൽ കവറേജ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ്. ഐ എം ബ്ലെൻഡിങ് ഇറ്റ് in right after applying it കാരണം my under eyes love to crease. So yes, എനിക്കിത് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്തേ പറ്റൂ. ബട്ട് ഇഫ് അറ്റ് ഓൾ യു വാണ്ട് വെയിറ്റ്, ഫീൽ ഫ്രീ ടു ഡു ദാറ്റ്. സോ ഇപ്പം ഇങ്ങനെയാണ് എൻ്റെ ബേസ് ഉള്ളത്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് വിസിബിൾ ഓൺ ക്യാമറ, പക്ഷെ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും നമ്മുടെ അണ്ടർ ഐസിൻ്റെ ഏരിയയും ഒരു നോസ് ബ്രിഡ്ജ് ഏരിയ ഒക്കെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന പോലെ. സോ യെസ്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ ഒരു അണ്ടർ ഐസിൽ മാത്രം ലൈറ്റർ ഷെയ്ഡ് ഓഫ് കൺസീലർ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഐ പേഴ്സണലി ലൈക്ക് ഡൂയിങ് ഇറ്റ്. സോ യാ, ഇനി ഐം ജസ്റ്റ് ഗോണ സെറ്റ് എവറിഥിങ് ഇൻ വിത്ത് എ ലൂസ് പൗഡർ. അതിനായിട്ട് ഞാൻ ഈ ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നൗ ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് 15 കാപ്പുച്ചിനോ. സോ നോർമലി ഞാൻ ഈ ഒരു പ്രോസസ്സ് ചെയ്യാറില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല, ബിക്കോസ് എനിക്ക് നല്ല ഡ്രൈ സ്കിന്നാണ്. പക്ഷേ ഇപ്പം പുറത്ത് അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി നമ്മൾ സ്വെറ്റ് ചെയ്യും. ആൻഡ് ഐ ഡു നോട്ട് വാണ്ട് മൈ മേക്കപ്പ് ടു മൂവ് ആൻഡ് ഐ സ്വെറ്റ്. സോ അതിന് വേണ്ടി മാത്രമേ ഞാൻ ഇത് ചെയ്യുന്നത്. ഇനി ഞാൻ ജസ്റ്റ് എൻ്റെ ഹൈ പോയിന്റ്സ് അല്ലെങ്കിൽ ഞാൻ എവിടെയാണോ കൂടുതലായിട്ട് സ്വെറ്റ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഞാൻ ഇന്ന് ഈ പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഏരിയാസ് ഐ എം ജസ്റ്റ് ലീവിങ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. പിന്നെ അണ്ടർ ഐസിൻ്റെ ഏരിയ അധികം അങ്ങോട്ട് സെറ്റ് ചെയ്യുകയോ ബേക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ഐ എം ഡൂയിങ് ഇറ്റ് വിത്ത് ലൈറ്റ് ഹാൻഡ്സ് ആസ് യു കെൻ സീ. വേറൊന്നും കൊണ്ടല്ല, മൈ അണ്ടർ ഐസ് ട്രെൻഡ് ടു ക്രീസ് വെരി ഈസിലി. സ്പെഷ്യലി ഇപ്പം സ്കിൻ അത്യാവശ്യം നല്ല ഡ്രൈ ആയി നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് പാച്ച് ആയിട്ട് കാണും, വിച്ച് ഐ ഡോണ്ട് റിയലി ലൈക്ക്. സോ യെസ്, ദാറ്റ് ഇസ് ഹൗ ഐ സെറ്റ് മൈ
base. Now moving on to blush, ഞാൻ ഈ മാൾസിന്റെ ബ്ലഷ് ആണ് യൂസ് ചെയ്യുന്നത് ഇൻ മൈ മോസ്റ്റ് ഫേവറേറ്റ് ഷെയ്ഡ് ഹൊറൈസൺ. ഇതൊരു പൊടിക്ക് പൊടിക്കല്ല, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്യൂയി ആയിട്ടുള്ള ഒരു ബ്ലഷ് ആണ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് യു ക്യാൻ നോട്ട് ഗോ ഓവർബോർഡ് വിത്ത് ദിസ്. നിങ്ങൾ കുറച്ച് കൂടുതൽ, ഞാനിപ്പോൾ ചെയ്ത പോലെ കുറച്ച് കൂടുതലായിട്ട് അപ്ലൈ ചെയ്തു പോയാലും യു ക്യാൻ ഡെഫിനറ്റ്ലി ബിൽഡ് ഇറ്റ് അപ്പ് ആൻഡ് ഡൗൺ. സോ അത് ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. പിന്നെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നല്ലൊരു ഡ്യൂയി ഫിനിഷുള്ള പ്രോഡക്റ്റാണ്. ആൻഡ് ഡ്യൂയി ഫിനിഷിൽ എന്ത് പ്രോഡക്റ്റ് ഇട്ടാലും ഐ എം ഓൾ ഇൻ ഫോർ ഇറ്റ്. ഐ ലവ് എ ഗുഡ് ഡ്യൂയി ഫിനിഷുള്ളൊരു പ്രോഡക്റ്റ്. ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ മാൾസിൻ്റെ മൈക്രോ പ്രിസിഷൻ ബ്രൗ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഇൻ ദ ബ്രൗൺ വേരിയൻറ്റ്. ഞാനിതിൻ്റെ ഐബ്രോസ് മൊത്തം ഒന്നും സെറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് എൻ്റെ ഈ ഔട്ടർ ഏരിയ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, ബിക്കോസ് അവിടെയാണ് എനിക്ക് അത്യാവശ്യം നല്ല സ്പാർസ് ഏരിയ ഉള്ളത്. സോ ഐം ജസ്റ്റ് ഗോണ ഫിൽ ഇൻ മൈ ഔട്ടർ കോർണേഴ്സ്. ഇനി ഫോർ ഐസ്, ഐ ലവ് കീപ്പിംഗ് ഇറ്റ് വെരി സിമ്പിൾ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻറ്റയർ മേക്കപ്പ് കൈ വെച്ച് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. സോ യെസ്, ഈ ഐ ലുക്കും ഞാൻ കൈ വെച്ചിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ദിസ് വൺ ഇസ് ഫ്രം മേക്കപ്പ് റെവല്യൂഷൻ. ഇതിൻ്റെ കോലം നോക്കിയിട്ട് നിങ്ങൾ ഇതിനെ ജഡ്ജ് ചെയ്യരുത്. ഇതിൻ്റെ കളർ സ്റ്റോറി ഇസ് റിയലി പ്രിറ്റി. ലൈക്ക് ഇറ്റ് ഹാസ് ഓൾമോസ്റ്റ് എവറിത്തിങ് ദാറ്റ് എ മിനിമൽ പേഴ്സൺ ലൈക്ക് ഐ മൈസെൽഫ് വുഡ് ലവ്. സോ യെസ്, ഞാനിതിൽ ആദ്യം ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. ആൻഡ് ഐ എം അപ്ലൈയിങ് ഇറ്റ് ഓൾ ഓവർ മൈ ഐലിഡ്സ്. ആൻഡ് ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്യണം. ആൻഡ് മേക്ക് ഷുവർ ഇതിൻ്റെ എഡ്ജസ് ഒന്നും ഒട്ടും ക്രീസ് ആയിട്ടോ അല്ലെങ്കിൽ ഹാർഷ് ആയിട്ടോ നിൽക്കാൻ പാടില്ല. സെയിം സ്റ്റെപ്പ് ഞാൻ എൻ്റെ ഈ ഒരു ഐസിലും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഇനി ഞാൻ ഈ ഡാർക്കർ ഷെയ്ഡ് ഓഫ് ബ്രൗൺ എടുത്തിട്ട് എൻ്റെ ഐ ലാഷിൻ്റെ നേരെ മേലെ ഒന്ന് അപ്ലൈ ചെയ്യാണ്. ജസ്റ്റ് തിന്നായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് നല്ല രീതിയിൽ ഇത് ബ്ലെൻഡ് ചെയ്യാണ്, ബിക്കോസ് ഐ വോണ്ട് ദാറ്റ് ഒരു സ്ലൈറ്റ് ഡെഫിനിഷൻ എൻ്റെ ഐസിന് കൊടുക്കണം. ആ ഒരു ബ്രൗൺ ആയവാല ഫീൽ, ഒരു ബ്രൗൺ സ്മോക്കി ആയവാല ടച്ച് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഇത് ചെയ്യുന്നത്. ബട്ട് മേക്ക് ഷുവർ യു ബ്ലെൻഡ് ദിസ് റിയലി വെൽ. ആൻഡ് ഒബ്വിയസ്ലി ഒരു കണ്ണിൽ ചെയ്താൽ അതെന്തായാലും മറ്റേ കണ്ണിലേക്കും ചെയ്യണമല്ലോ. സോ ഞാൻ ഈ മറ്റേ കണ്ണിലും അതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാണ്. ഇനി അടുത്തതായിട്ട് ഈ ഐ ലുക്ക് ഒന്നുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു കിറോൻ്റെ ഐ ഷാഡോ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഇതുപോലെ എൻ്റെ ഇന്നർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്യാണ്. ആൻഡ് യു മൈറ്റ് ബി ഏബിൾ ടു സീ ദ ഡിഫറൻസ്. എനിക്ക് അറിഞ്ഞൂടാ ഇത് ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആണ്, ബട്ട് ഐ ജെന്യുവൻലി ലവ് ആഡിങ് ദിസ് സ്റ്റെപ്പ് ടു ഓൾ മൈ ഐ ലുക്സ്. കാരണം എൻ്റെ ഐ ലുക്കിനെ ജസ്റ്റ് ഒന്ന് പോപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ കിറോൻ്റെ തന്നെ കാജൽ വെച്ച് എൻ്റെ ഐസ് ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്യാണ്, ബിക്കോസ് ദിസ് ഡെഫിനറ്റ്ലി വിൽ ഗിവ് മൈ ഐ ലാഷസ് ആ ഒരു ഐ ഒന്ന് ഓപ്പൺ ചെയ്ത പോലെ ഒരു അപ്പിയറൻസ് ഇത് കൊടുക്കും. എന്നിട്ട് ഞാൻ ഈ C2Pൻ്റെ മസ്കാരയും കൂടി അപ്ലൈ ചെയ്യാണ്. ജസ്റ്റ് ഒറ്റ ലെയറേ ഇടുന്നുള്ളൂ. ഐ ഡു നോട്ട് വാണ്ട് ഗോ ഓവർ ബോർഡ് വിത്ത് ഇറ്റ്. ഫൈനലി ഫോർ മൈ ലിപ്സ്, ഞാനിന്നൊരു ഗ്ലോസി ലിപ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം ഈ മാൾസിൻ്റെ ലൈനർ വെച്ച് എൻ്റെ ലിപ്സ് ഒന്ന് ലൈൻ ചെയ്യാണ്. ആൻഡ് ലൈൻ ചെയ്താൽ മാത്രം പോരാ, ഇതിനെ ഇതുപോലെ ഉള്ളിലേക്ക് എടുത്തൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഈ ഡിയാം ബ്യൂട്ടീൻ്റെ ലിപ്പ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഐ ലവ് ദിസ് പ്രോഡക്റ്റ്. നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് ഇത് ഓൺ ദ ലിപ്സ്. മാത്രമല്ല ഇറ്റ് ഹാസ് ലൈക്ക് റിയലി ടൈനി ഗ്ലിറ്റർ പാർട്ടിക്കിൾസ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ലുക്സ് റിയലി നൈസ് വെൻ യു അപ്ലൈ ദിസ് ഓവർ ലിപ്പ് ലൈനോ. നല്ലൊരു ഗ്ലോസി എഫക്റ്റ് നമ്മുടെ ലിപ്സിന് തരും. സോ യെസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഭംഗിയില്ലേ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇറ്റ്സ് വെരി സിമ്പിൾ യെറ്റ് എവറി ഡേ അപ്രോപ്രിയേറ്റ്. നിങ്ങൾ എന്നെപ്പോലെ ഒരു മിനിമൽ ഗേർലി ആണെങ്കിൽ ഹു ലവ്സ് വെരി മിനിമൽ വെരി സട്ടിൽ ലുക്സ്, നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ലുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ലൈക്ക് ഒട്ടും എഫേർട്ട് ഇല്ലാത്തൊരു എഫേർട്ട്ലെസ് ലുക്കാണ് ഇത് എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് ദിസ് എൻറ്റയർ ലുക്ക് വാസ് ദ ഫാക്ട് ദാറ്റ് ഐ ഡിഡ് എവറിത്തിങ് ജസ്റ്റ് യൂസിങ് മൈ ഫിംഗേഴ്സ്. ബ്യൂട്ടി ബ്ലെൻഡർ ഇല്ല, ബ്രഷസ് ഇല്ല. ലൈക്ക് റൈറ്റ് നൗ ഐ എം ഒബ്സെസ്ഡ് വിത്ത് മേക്കപ്പ് ബ്രഷസ്. ഓക്കെ, പക്ഷേ ഞാൻ എൻ്റെ മേക്കപ്പ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ദാറ്റ് വാസ് അറൗണ്ട് എനിക്കൊന്ന് 5-6 ഇയേഴ്സ് മുന്നേ ഞാൻ മേക്കപ്പ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ദിസ് ഇസ് ഹൗ ഐ യൂസ് ടു ഡു ഇറ്റ്. ഒബ്വിയസ്ലി എൻ്റെ ലുക്ക് ഇത്ര നന്നാകാറില്ലെങ്കിൽ പോലും ദ ഫാക്ട് ദാറ്റ് ഐ യൂസ് ടു ബ്ലെൻഡ് എവറിത്തിങ് വിത്ത് മൈ ഫിംഗേഴ്സ്. ഈവൻ ഐ ഷാഡോസ് ഞാൻ എൻ്റെ കൈ വെച്ച് ആയിരുന്നു ചെയ്യാറ്. ഐ മിസ്ഡ് ഇറ്റ്, ലൈക്ക് ഐ മിസ്ഡ് ഡൂയിങ് ഇറ്റ്. ആൻഡ് അതിനുശേഷം ഐ മൂവ്ഡ് ഓൺ ടു ബ്യൂട്ടി ബ്ലെൻഡേഴ്സ്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഞാൻ ബ്രഷസിൽ ഇൻവെസ്റ്റ് ചെയ്തതും ബ്രഷ് വെച്ച് എങ്ങനെ ഓരോന്നും ചെയ്യാനുള്ളത് പഠിച്ചത്. സോ ദിസ് വാസ് ഫൺ. സോ യെസ്, ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യം താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഈ വീഡിയോയിൽ വേണ്ടി ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇൻ കേസ് യു ഗൈസ് വാണ്ട് ടു ചെക്ക് ഇറ്റ് ഔട്ട്. എല്ലാത്തിൻ്റെയും ഷെയ്ഡ് നെയിംസ് ഒന്നെങ്കിൽ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ദാറ്റ് യു നോ, ബിക്കോസ് എ ലോട്ട് ഓഫ് യു ഗൈസ് കീപ് ആസ്കിങ് മീ അബൌട്ട് ദ ഷെയ്ഡ് നെയിംസ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദാറ്റ് വുഡ് മീൻ ദ വേൾഡ് ടു മീ. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ യത്താശിസ്.